ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണുകയെ, അതായത് പഴയ ജനറേഷൻ ആളുകൾ നല്ല മനുഷ്യന്മാരും പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ജെൻസി പിള്ളേരൊക്കെ ഭയങ്കര മോശമാണെന്നുള്ളത്. ഈ ജെൻസി പിള്ളേർക്ക് പെട്ടെന്ന് സുപ്രഭാതത്തിൽ കിട്ടിയ ദുശീലങ്ങളല്ല, പുതിയ ആൾക്കാർക്ക് അത് കിട്ടാൻ കാരണം പഴയ ആളുകളുള്ള പല ശീലങ്ങളും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ലഹരികൾ, പേര് ഞാൻ പറയില്ല, ഞാൻ അതൊരു മോട്ടിവേഷൻ ആവണ്ട. പഞ്ചാബിലൊക്കെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന കുറേ ലഹരികളുണ്ട്. നമ്മളവിടെ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും കാണും, ലോക്കലായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ആ ജനറേഷൻ നല്ലതും ഈ ജനറേഷൻ മോശവും, അല്ലെങ്കിൽ ഈ ജനറേഷൻ നല്ലതും ആ ജനറേഷൻ മോശം എന്നുള്ളതൊന്നുമില്ല. ഒക്കെ കേടുവരാൻ വിചാരിച്ച ആളുകൾ എവിടെ പോയി കഴിഞ്ഞാലും കേടുവരും. ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളുകൾ എവിടെ പോയി കഴിഞ്ഞാലും ഒന്നും യൂസ് ചെയ്യൂല. അങ്ങനെയല്ലേ സത്യത്തിൽ? അപ്പോൾ ഒരു ടീം നല്ലതും മറ്റേ ടീം മോശമൊന്നുമില്ല. ഇപ്പോഴുള്ള നിലവിലുള്ള ടീമുകൾക്ക് എന്ത് ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നല്ല നിയമ സംവിധാനങ്ങൾ വരിക തന്നെ വേണം. അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇതിലും വലിയ പ്രശ്നങ്ങളും, ഇപ്പോൾ 5 പേരെ കുത്തിക്കൊന്നതും അതും ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, അത് ചിലപ്പോൾ അതിൻ്റെ വലിയ മസാക്കറുകൾ സംഭവിക്കും, വലിയ ഗ്യാങ് മേഡേഴ്സുകൾ സംഭവിക്കും. ഇതിപ്പോൾ ഒരാളെ ചെയ്തിട്ടുള്ളൂ, ഒരാളെ കൊന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ ഇതായിട്ടുള്ളൂ. വരാൻ പോകുന്ന സംഭവങ്ങളിൽ അങ്ങനെ ആവില്ല. നമ്മുടെ നാട് ഇപ്പം തന്നെ സൊസൈറ്റി അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഇപ്പം തന്നെ മുറുകി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാവില്ല കാണാം, വലിയ മാസ് മസാക്കറുകൾ സംഭവിക്കും.